ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഡെയിലി ഹിന്ദി വിത്ത് ഹിന്ദി പ്ലസിന്റെ 8th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അസ്കർ, ഹിന്ദി പ്ലസ് ലാംഗ്വേജ് അക്കാഡമി കോഴ്സ് കോർഡിനേറ്റർ ആണ്. हाय, मेरा नाम आयुषी है. मैं हिंदी प्लस एकेडमी की चीफ ट्रेनर हूँ और आज के इस एपिसोड में हम सीखने वाले हैं उसका, उसकी और उसके से बनने वाले थोड़े सेंटेंसेस. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ അതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തത്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഈ എപ്പിസോഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ഇംഗ്ലീഷിൽ ഐ ഹാവ്, എനിക്കുണ്ട്, അവനിക്കുണ്ട്, അവൾക്കുണ്ട്, അവർക്കുണ്ട്, ഉണ്ട് എന്നുള്ളൊരു ആശയമാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഇപ്പം ഫസ്റ്റ് നമ്മൾ പറയാണ്, എനിക്ക് കാറുണ്ട്, അല്ലെങ്കിൽ എന്റെ അടുത്ത് കാറുണ്ട് എന്ന് എങ്ങനെ പറയും നമ്മള്? मेरे पास एक गाड़ी है. मेरे पास एक गाड़ी है. ഓക്കെ, മേരെ പാസ് ഗാഡി ഹെ, അല്ലെങ്കിൽ മേരെ പാസ് ഏക് ഗാഡി ഹെ. മേരെ പാസ് ഏക് ഗാഡി ഹെ, എന്റെ അടുത്തൊരു വാഹനമുണ്ട്. എന്റെ അടുത്ത് ക്യാഷ് ഉണ്ട്. मेरे पास पैसे है. मेरे पास कैश है എന്നും പറയാം. ഓക്കെ, മേരെ പാസ് പൈസ ഹെ, അല്ലെങ്കിൽ മേരെ പാസ് ക്യാഷ് ഹെ. മേരെ പാസ്, ഹിന്ദിയിൽ പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നാണ്, എനിക്ക് അല്ലെങ്കിൽ അടുത്ത് എന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, അപ്പം എന്റെ അടുത്ത് ക്യാഷ് ഉണ്ട്. അപ്പം മേരെ പാസ് ക്യാഷ് ഹെ, അല്ലെങ്കിൽ പൈസ ഹെ. എനിക്ക് വണ്ടിയുണ്ട്, അല്ലെങ്കിൽ മേരെ പാസ് കാർ ഹെ. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മൾ പറയാം. ഇനി ഇവിടെ ചെറിയൊരു ചേഞ്ചസ് വരുന്നുണ്ട്. ഇനിയിപ്പോ അവനിക്കുണ്ട് എന്ന് നമ്മൾ പറയുമ്പോ എന്താ പറയാ? उसके पास എന്നാ പറയാ. ഓക്കെ, ഉസ്കെ പാസ്. നമ്മൾ ഇതുവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്തത് വോ എന്ന് പറയുമ്പോൾ അവൻ, അവൾ, അത്, ഹി, ഷി, ദാറ്റ് എന്നാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഓക്കെ, ഇനി ഇവിടെ ചെറിയൊരു ചേഞ്ചസ് വരുന്നുണ്ട്. കൺഫ്യൂഷൻ ആവരുത് നിങ്ങൾ. അതായത് ഹിന്ദിയിൽ നമ്മൾ വോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അപ്പോ വഹ് പ്ലസ് ക എന്നാണ് പറയാ. അപ്പൊ ഉസ്ക എന്നാണ് പറയാ, അവന്റെ. വോ പ്ലസ് കെ എന്ന് വരുമ്പോ ഉസ്കെ എന്നാണ് നമ്മൾ പറയാ, അപ്പൊ അവരുടെ എന്നാണ്. വോ പ്ലസ് കി ഉസ്കി എന്നാണ് വരിക, അവളുടെ എന്നാണ് അവിടെ മീനിങ് വരിക. അതുപോലെ തന്നെ ഉസ്കോ എന്ന് പറഞ്ഞാൽ അവർക്ക്, അല്ലെങ്കിൽ അവനിക്ക്, അവൾക്ക് എന്നൊക്കെ നമ്മൾ ഉസ്കോ അല്ലെങ്കിൽ ഉസെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പം അവൾക്ക് കാറുണ്ടെന്ന് എങ്ങനെ പറയും? ഉസ്കെ പാസ് കാർ ഹെ. കാരണം നമ്മള് ഇവിടെ കാറിനെ കുറിച്ചിട്ടാണ് പറയണത്. അപ്പൊ ഉസ്കെ പാസ് ഗാഡി ഹെ അല്ലെങ്കിൽ കാർ ഹെ. അത് മെയിൽ ആണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ ഉസ്കെ പാസ് എന്നാണ് വരാം. ആ രീതിയിലാണ്. അപ്പൊ നമ്മൾ മുമ്പ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കാറുണ്ട്, അല്ലെങ്കിൽ മേരെ പാസ് എന്ന് തന്നെയാണ് നമ്മൾ പറയാ. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോ അവൾക്ക് എന്ന് പറയുമ്പോൾ, അവനിക്ക് എന്ന് പറയുമ്പോൾ അവിടെ സെയിം ആണ് നമ്മൾ. അവിടെ ഫീമെയിൽ മെയിൽ ഒന്നും നോക്കൂല, അത് കാറിന്റെ ബേസിസിലാണ്. അവന്റെ അടുത്ത് അല്ലെങ്കിൽ അവളുടെ അടുത്താണ് പറയാനെങ്കിലും ഉസ്കെ പാസ് ഗാഡി ഹെ എന്ന് തന്നെ പറയാം. ഉസ്കെ പാസ് ഘർ ഹെ, വീടാണ് എന്നുള്ള രീതിയിൽ. അവന്റെ അടുത്ത് വീടുണ്ട്, അവളുടെ അടുത്ത് വീടുണ്ട് എന്നുള്ള രീതിയിൽ. ഉസ്കെ പാസ് ഗാഡി ഹെ, ഉസ്കെ പാസ് ഘർ ഹെ എന്നുള്ള അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒന്നും കൂടി അത് റിവൈൻഡ് ചെയ്യാം അല്ലെ? ഓക്കെ, ഇപ്പം എന്റെ അടുത്ത് ക്യാഷ് ഉണ്ട്. മേരെ പാസ് ക്യാഷ് ഹെ. അവന്റെ അടുത്ത് ക്യാഷ് ഉണ്ട്. ഉസ്കെ പാസ് ക്യാഷ് ഹെ, അല്ലെങ്കിൽ ഉസ്കെ പാസ് പൈസേ ഹെ. പൈസ ഹെ. ഓക്കെ, അവൾക്ക് കാറുണ്ട്. ഉസ്കെ പാസ് ഗാഡി ഹെ. അവനിക്ക് കാറുണ്ട്. ഉസ്കെ പാസ് ഗാഡി ഹെ. ഓക്കെ, ഇവിടെ രണ്ടും അടുത്ത് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഉസ്കെ പാസ് എന്ന് തന്നെയാണ് പറയാ അല്ലെ? അവനിക്ക്, അല്ലെങ്കിൽ അവന്റെ അടുത്ത്, അല്ലെങ്കിൽ അവനിക്ക് കാറുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവർക്ക് എന്നുള്ളത് നോക്കാം. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വേ എന്ന് പറഞ്ഞ ദേ, അവർ എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ അവർക്കുണ്ട് എന്ന് നമ്മൾ പറയുമ്പോ എങ്ങനെയാണ് പറയാ? ഉൻകെ പാസ് ഗാഡി ഹെ, ഉൻകെ പാസ് ലൈസൻസ് ഹെ എന്നൊക്കെയാ പറയാ. ഓക്കെ, ഉൻകെ പാസ് എന്നാണ് വരിക. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ വോ പ്ലസ് ക, ഉസ്ക, ഉസ്കെ, ഉസ്കി, ഉസ്കോ, ആ ഒരു രീതിയിലാണ്. ഇവിടെ നമ്മള് വേ എന്ന് പറയുമ്പോ അവർ എന്ന്, അവർക്ക് എന്ന് പറയുമ്പോ ഉൻക എന്നാണ് വരിക. ഉൻക, ഉൻകെ, ഉൻകി, ഉൻകോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ? അവർക്ക് കാറുണ്ട് എന്ന് പറയുമ്പോ ഉൻകെ പാസ് ഗാഡി ഹെ. അവർക്ക് ക്യാഷ് ഉണ്ട് എന്ന് പറയുമ്പോ ഉൻകെ പാസ് പൈസേ ഹെ. ഉൻകെ പാസ് പൈസേ ഹെ. പൈസേ ഹെ. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, സോ എന്താ പറയാ, ഉസ്ക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മാസ്കുലിൻ നൗൺ യൂസ് ചെയ്യുന്ന സമയത്താണ് ഉസ്ക. ഉസ്ക നാം പ്രിയ ഹെ, ഉസ്ക നാം രാഹുൽ ഹെ. ബോത്ത് സെന്റൻസസ് ലൈക്ക് മെയിൽ ഫീമെയിൽ ആയാലും നമ്മൾ ഉസ്ക എന്നാണ് പറയാ. നമ്മൾ ഉസ്കെ യൂസ് ചെയ്യണത് നമ്മൾ അവന്റെ അടുത്തുണ്ട് അല്ലെങ്കിൽ അവളുടെ അടുത്തുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന സമയത്താണ്. അപ്പം ഉസ്കെ പാസ് ഗാഡി ഹെ, ഉസ്കെ പാസ് ഘർ ഹെ. ഇതും മെയിൽ ആൻഡ് ഫീമെയിൽ ബോത്ത് ആണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇനി നമ്മൾ യുസ്കി യൂസ് ചെയ്യണത് ഫെമിനിൻ നൗൺ യൂസ് ചെയ്യുന്ന സമയത്താണ്. ഉസ്കി കൽ നൈറ്റ് ഡ്യൂട്ടി ഹെ,
അവക്ക് നാളെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. ഇനി ഇതന്നെ അവൻക്ക് നാളെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടും ഉസ്കി കൽ നൈറ്റ് ഡ്യൂട്ടി ഹേ എന്ന് തന്നെയാണ് നമ്മൾ പറയാ. പ്ലൂറൽ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ എന്നുള്ള ആശയം വരുന്ന സമയത്താണ് നമ്മൾ ഉൻക ആൻഡ് ഉൻകെ എന്നുള്ള രീതിയിൽ പറയാം. ഉൻകി അതൊക്കെ നമ്മൾ പ്ലൂറൽ ആയിട്ട് അവർ എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്താണ് നമ്മൾ ഉൻക ഉൻകെ ഉൻകി എന്ന് യൂസ് ചെയ്യുക. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇവിടെ ചെറിയൊരു ഇത് കൂടിയുണ്ട്. ഇപ്പൊ നമ്മൾ ചില ആളുകളെ നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ടീച്ചേഴ്സ്, പാരന്റ്സ് ഇവരൊക്കെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഉൻകെ, ഉൻക്ക് നമ്മൾ മലയാളത്തിൽ ശരിക്കും പറയുമെങ്കിൽ അദ്ദേഹം എന്നുള്ളൊരു മീനിങ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു പേഴ്സൺ ആയിരിക്കും, സിംഗിൾ പേഴ്സൺ ആയിരിക്കും, പക്ഷെ നമ്മൾ അതൊരു പ്ലൂരൽ പോലെ അവർ റെസ്പെക്ട് ചെയ്ത്. ഇപ്പൊ നമ്മളൊരു ടീച്ചർ ആണെങ്കിലോ ഇത് അവളുടെ വണ്ടിയാണെന്ന് നമ്മൾ പറയില്ല, ഇത് അവരുടെ വണ്ടിയാണ് എന്നാണ്. ഓക്കെ, അവിടെ ആ ഒരു ഡിഫറൻറ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഉൻക എന്ന് പറയുമ്പോൾ അവർ എന്ന് പ്ലൂരൽ മാത്രമല്ല ഒരു സിംഗിൾ പേഴ്സണെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാം, മനസ്സിലാക്കുക. നമ്മൾ റെസ്പെക്റ്റോടെ കൂടി സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അത് അവരുടെ വണ്ടിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വണ്ടിയാണ് എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് ഫീമെയിൽ ആയാലും മെയിൽ ആയാലും നമ്മൾ പറയാം യേ ഉൻകി ഗാഡി ഹേ, ഇത് അവരുടെ വണ്ടിയാണ്, യേ ഉൻകി ഗാഡി ഹേ എന്നാണ് നമ്മൾ പറയാം. സോ ഐ ഹോപ്പ് ഈ എപ്പിസോഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടാവും. എല്ലാ എപ്പിസോഡ്സ് എന്തായാലും കാണാം. ഹിന്ദി സംസാരിക്കണം, നമ്മൾ സംസാരിച്ച് തന്നെ പഠിക്കണം. അപ്പോൾ നമ്മളെ കൂടെ തന്നെ നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻസിൽ എന്തായാലും മെൻഷൻ ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സായിട്ട് ഈ വീഡിയോ ഷെയർ ലൈക്ക് ചെയ്യുക. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നമ്മൾ ഹിന്ദി പ്ലസ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ലിങ്ക് ക്ലിക്ക് ചെയ്ത് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ടിൽ ദെൻ ബൈ.